ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട്ലൈറ്റ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർ വീട്ടിൽ എങ്ങനെ നമ്മൾക്ക് റെഡിയാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്കൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾക്കിത് സ്റ്റാറൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വാങ്ങിച്ച് ഹാങ് ചെയ്യും. എങ്കിലും കുട്ടികൾക്കൊക്കെ ഈ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ വേണ്ടേ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അവരെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക, അത് രണ്ടായിട്ട് മടക്കണം. നിങ്ങൾക്ക് ഏത് കളറും ഏത് ടൈപ്പിലുള്ള പേപ്പറും എടുക്കാം കേട്ടോ. അത് നല്ല കട്ടി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇതായത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം തിരിച്ച് നാലായിട്ട് മടക്കുക. ചതുരത്തിലുള്ള പേപ്പർ നാലായിട്ട് മടക്കണം, അതാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം നമ്മൾ ആ മടക്കിയതിൻ്റെ അതേ വരയിൽ കൂടെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് 5 ഷീറ്റാണ് വേണ്ടത്. കണ്ടോ, ഇതുപോലെ 5 ഷീറ്റ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിനെ കോണായിട്ട് മടക്കിയെടുക്കാം. അതായത് കറക്റ്റ് ചതുരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് മടക്കിയെടുക്കണം. അളവ് മാറിപ്പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാറിൻ്റെ എല്ലാ കാലുകളും ഒരേ അളവിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കറക്റ്റായി തന്നെ കിട്ടണം കേട്ടോ. ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് അവിടെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഈ ഷേപ്പിലായിരിക്കും. ഇനി സ്ക്വയറായി കിട്ടിയ പേപ്പറിന് നടുവിലൂടെ നമുക്ക് മടക്കാം. അതായത് കോണോട് കോൺ ചേർത്ത് നമുക്കിത് മടക്കിയെടുക്കാം. ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 2 സൈഡും നമ്മൾ നടുവിലൂടെ മടക്കി ആ വരയിലേക്ക് 2 അറ്റവും കൂടെ യോജിപ്പിച്ച് വെക്കാം. ഇതുപോലെ ഇപ്പോൾ സ്ക്വയറായ പേപ്പറിന് നടുവിലൂടെ മടക്കിയ വരയിലേക്കാണ് നമ്മൾ 2 സൈഡും കൂടെ ചേർത്ത് ഇതുപോലെ മടക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ സ്റ്റാറിൻ്റെ കാലിൻ്റെ ഷേപ്പിൽ വന്നില്ലേ. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് വെട്ടിക്കളയണം. വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കിയെടുത്ത് കാലിൻ്റെ താഴ്ഭാഗത്തു നിന്നൊരു 4 പോയിൻ്റ് മുകളിലേക്ക് ഒരു വരയിടുക. അതിനുശേഷം കാലിൻ്റെ ഇതുപോലെ ചെരിച്ച് വരയിടണം. നമുക്ക് ആ ഭാഗം വെട്ടി കാലിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെരിച്ച് വരയിട്ടതിന് ശേഷം ആ വരയിലൂടെ വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. ഇതുപോലെ കത്രിക ഉപയോഗിച്ച് 2 സൈഡ് നമുക്ക് ഷേപ്പിൽ ശ്രദ്ധിച്ച് വെട്ടിയെടുക്കണം കേട്ടോ. വെട്ടുമ്പോൾ അത് അങ്ങോട്ട് കയറിപ്പോകാതെ, സെൻറ്ററിലേക്ക് കയറിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാൻ. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഒരു കാല് റെഡിയായി കിട്ടും. നമ്മൾ 5 പേപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 5ഉം ഇതുപോലെ നമുക്ക് ഷേപ്പിൽ വെട്ടിയെടുത്ത് കാലിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ശരിക്കും ഒരു ലീഫ് കിട്ടിയില്ലേ, അതിൻ്റെ കണ്ടോ ഇങ്ങനെ ഇരിക്കും. അത് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ്. ഈ കാല് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കും. ഒരു സൈഡിലാണ് പശ ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടത്. വെട്ടിയെടുത്തതിൻ്റെ ഒരു സൈഡിൽ പശ തേച്ച് കൊടുത്തിട്ട് മറ്റേ ഭാഗം വെച്ച് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. നോക്കൂ, ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ലീഫ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് 5 ലീഫ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ 5 റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 5 ലീഫുകളും ഒരുപോലെ പിടിക്കണം, മാറിപ്പോകാതെ ഒരുപോലെ പിടിച്ചതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ വരച്ചിരുന്ന ലീഫുകളെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ വരച്ച വരയിലൂടെ 2 സൈഡും കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കണം. കണ്ടോ, വരച്ച സ്ഥലം മാറിപ്പോകാതെ ഒരുപോലെ പിടിച്ചതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇത് ഒരുപോലെ ടേബിളിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് 1 ഇഞ്ചോളം മുകളിലോട്ട് നമുക്കൊരു വരയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വരയിട്ട് കൊടുത്ത ആ ഭാഗത്ത് കത്രിക കൊണ്ട് ഒരു കട്ട് ചെയ്യാം. അത്രയും ഭാഗം മാത്രം കത്രിക കൊണ്ട് നമുക്കത് അവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കുറച്ച് 1 ഇഞ്ച് മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളേ. ഇനി നമുക്ക് അത്രയും ഭാഗം മുറിവുണ്ടാക്കി കട്ട് ചെയ്ത് അത്രയും ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കണം. 2 സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. 2 സൈഡും ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അത്രയും ഭാഗം മാത്രമേ മടക്കി കൊടുക്കാവുള്ളൂ. 2 സൈഡും ഇതുപോലെ മടക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ 2 വശവും മടക്കിയിട്ടുണ്ട് ഇതുപോലെ. കണ്ടോ,
അപ്പോൾ നമ്മുടെ ഒരു ലീഫ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മടക്കി കൊടുത്തതിൻ്റെ ഒരു ഭാഗത്തെ മടക്കി കൊടുത്ത അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. ഒരു വശം കളയരുത്. കണ്ടോ, ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വശത്ത് മാത്രം മടക്കിയത് കട്ട് ചെയ്യുക, മറുവശം അങ്ങനെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റുകയില്ല കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ 5 ഇതളുകളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പരസ്പരം ഒട്ടിച്ച് സ്റ്റാറാക്കി എടുക്കാം. നമ്മൾ വെട്ടിക്കളയാണ്ട് ബാക്കി വെച്ചിരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ സൈഡിൽ പശ തേച്ചിട്ട് അതുപോലെ എല്ലാ സ്റ്റാറിൻ്റെയും വെട്ടിക്കളഞ്ഞ ഭാഗം അത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വെട്ടാത്ത ലീഫിൻ്റെ ഭാഗത്ത് വേണം നമ്മൾ വെട്ടിയ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ലീഫിൻ്റെയും ഒരു വശം വെട്ടിയതും ഒരു വശം വെട്ടാത്തതുമാണ്. വെട്ടാത്ത ഭാഗത്ത് പശ തേക്കുക, പശ തേച്ച വശത്തേക്ക് വെട്ടിയ ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് 5 ലീഫ് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരു വശമാണ് വെട്ടിക്കളഞ്ഞത്, വെട്ടിക്കളഞ്ഞ വശം വേണം ചേർത്ത് ഒട്ടിക്കാൻ. വെട്ടിക്കളയാത്ത വശത്ത് പശ ചേർക്കുക. ഇപ്പോൾ ദാ നമ്മുടെ സ്റ്റാർ പശയെല്ലാം തേച്ച് നന്നായിട്ട് ഒട്ടി നല്ല ലീഫുകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കീറിപ്പോകാതെ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഉൾഭാഗം വിടർത്തി കൊടുക്കുകയായിരിക്കും നല്ലതാകുക. ഇതാ ഇപ്പം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഒട്ടിക്കാത്ത ഭാഗത്ത് നമുക്ക് കെട്ടാൻ ആവശ്യത്തിനുള്ള നൂല് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിവിടെ ഒട്ടിച്ചാണ് എടുത്തിരിക്കുന്നത്. ബാക്കി സ്റ്റാറുകളൊക്കെ ഞാനങ്ങനെ സ്റ്റാപ്ലെയർ ചെയ്താണ് എടുത്തത്. അങ്ങനെ ചെയ്താൽ മതി, എങ്കിലേ നമുക്കത് ഹാങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ സ്റ്റാറുകളിൽ ഹോൾ ഇടുന്നത് കൂടെ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആകും. ഞാനിതിന് ഹോളിട്ട് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹോളിടുന്ന സ്റ്റാപ്ലെയർ ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി. കൈ പൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, സ്റ്റാർ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആകും. അവർ ചെയ്യുന്ന സ്റ്റാർ കൊണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർ മേക്കിംഗ് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വീഡിയോ കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകും. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ക്രാഫ്റ്റ് മാത്രമല്ല, നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത് ജനക്ഷേമപരമായ വീഡിയോകൾക്ക് ആണ് മുൻതൂക്കം നൽകുന്നത്. ആ കൂടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇതുപോലുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ജനക്ഷേമപരമായ വീഡിയോ, ഗവൺമെൻറ്റിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങളെ എത്തിക്കാറുണ്ട്. ലൈഫ് മിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.